മാറ്റങ്ങൾ സംഭവിക്കണം. പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. ഏതൊക്കെ പ്രഭാതങ്ങളിൽ നാം ഈശോ നമ്മോട് പറയുന്നു, ഞാൻ നിന്നോട് സംസാരിക്കും, അപ്പോൾ നിന്റെ ആഗ്രഹങ്ങൾ തുറക്കപ്പെടും. ഈശോ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ മാതൃത്വ അപേക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളോട് പറയുന്ന സൃഷ്ടി കർത്താവ് അങ്ങയുടെ ഉപദേശികളാണ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നമ്മുടെ സമയത്ത് ആമേൻ. എന്റെ ദേശത്തേക്ക് ആരാ എന്റെ കഥത്തെ അറിയാം. ഞാൻ തലരാശിയെ പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുള്ള നാട്ടുകാരിലുണ്ട്. ഞാൻ ചന്ദ്രശ്ശേരി കോഴിപ്പേരി കോൺവെന്റിനാണ് വരുന്നത്. എനിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ഞാൻ കോൺവെന്റിൽ സിസ്റ്ററാകാൻ പോയത്. ആരും എന്നെ നിർബന്ധിച്ചിട്ടോ അങ്ങനെയൊന്നും അല്ല. ഞാൻ സിസ്റ്ററാകാൻ പോകുമ്പോൾ എന്നോട് മാതാപിതാക്കളുടെ നിർദ്ദേശമൊന്നുമില്ല. ഞാൻ കുട്ടിയെ പറയുമായിരുന്നു എനിക്ക് സിസ്റ്ററാകണം. പക്ഷേ അങ്ങനെ പറയുമെങ്കിലും ഞാൻ സിസ്റ്ററാകാൻ പോയെങ്കിലും എനിക്ക് അറിയത്തില്ലായിരുന്നു സിസ്റ്ററാകാന്ന് വെച്ചാൽ എന്തുവാണ്. ഞാൻ കോൺവെന്റിൽ പോയി എല്ലാവരോടും ചേർന്ന് പ്രാർത്ഥിക്കും. കോൺവെന്റ് കമ്മ്യൂണിറ്റി പ്രേയറിലൊക്കെ പങ്കെടുക്കും. ജവമാല ചൊല്ലും. അവരോടൊപ്പം ജവമാല ചൊല്ലും. വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയത്ത് പള്ളിയിൽ പോകും. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ ചെയ്യും. പക്ഷേ ഈശോ പറഞ്ഞിട്ടില്ലേ, യോഹന്നാൻ 15 പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കും. എന്റെ പപ്പ ഒരു മദ്യപാനിയായിരുന്നു. പക്ഷേ പപ്പയിൽ മാറ്റം സംഭവിക്കാൻ തുടങ്ങിയത് ഞാൻ എപ്പോഴാണോ മരിക്കുന്നതിന് വിളിച്ച് ബ്രദറുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയതും എന്നിൽ എപ്പോഴാണോ വിശ്വാസം വരാൻ തുടങ്ങിയത്, ഞാൻ വിശ്വാസത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ കുടുംബത്തിൽ മാറ്റങ്ങൾ ഉണ്ടായതും എന്റെ പപ്പയുടെ മദ്യപാനം മാറിയതും. ഞാൻ ബ്രദറുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പം എന്റെ പപ്പയും എന്റെ അക്കാസും ചേച്ചിയും അവരുടെ കുടുംബത്തോടെ എന്നോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുവഴി എന്റെ പപ്പയുടെ മദ്യപാനം മാറുകയും എന്റെ കുടുംബത്തിൽ തന്നെ ആത്മീയമായും ഭൗതികമായും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അപ്പോസ്തലപ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, നീ ദൈവത്തിൽ വിശ്വസിച്ചാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുപോലെ ഞാൻ എപ്പോഴും എന്റെ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയോ, ദൈവത്തെ അറിയാൻ തുടങ്ങിയത് ഞാൻ മരിക്കുന്നതുമായി ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ അപ്പോൾ ദൈവവുമായിട്ട് എപ്പോൾ ബന്ധപ്പെടാൻ തുടങ്ങിയോ അന്ന് മുതലാണ് എന്റെ കുടുംബവും അതുപോലെ എന്റെ സ്ഥലത്ത് തന്നെ പല ആൾക്കാരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വരാറുണ്ട്. അത് കുടുംബത്തെ മാത്രമല്ല, ഈശോ തിരിച്ചു വേർപെടുത്താൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രദേശം മുഴുവൻ രക്ഷപ്പെടുന്നത്. അത് പറഞ്ഞിട്ട് ഈശോ പറയുന്നുണ്ട്, റോമ 8:28 പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കണ്ടുനിൽക്കുന്നവർ മനസ്സിലാക്കണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ചെന്ന് ചില കുടിയമായ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ചിലപ്പോൾ ചോദിക്കും, നീ പള്ളിയിൽ പോയി മരിച്ചതിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയാണോ അതിന്റെ സ്വഭാവം എന്ന് ചോദിക്കും. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? അപ്പൊ നമ്മളിൽ മാറ്റം ഉണ്ടാകുന്നത് നമ്മുടെ കുടുംബത്തിൽ ചെല്ലുന്നവർക്ക് മനസ്സിലാവണം നമ്മളിൽ മാറ്റം ഉണ്ടായിരുന്നു. എന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ഞാൻ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ. ഞാൻ ആദ്യം ബ്രദറിനെ വിളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നില്ല, വെറുതെ പ്രാർത്ഥിക്കുന്നില്ല, അതിനെക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്രേ ഉള്ളായിരുന്നു. പക്ഷേ ബ്രദറുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ദൈവത്തിന് എന്താണെന്ന് മനസ്സിലായത് അന്നേരമാണ്. ഞാൻ സിസ്റ്ററാണെന്ന് വെച്ചാൽ എന്താണ്? എൻ്റെ അടുത്ത് ബ്രദർ ചോദിച്ചു, മോളെ സിസ്റ്റർ എന്ന് വെച്ചാൽ സഭയിൽ ആരുടെ സ്ഥാനമാണെന്ന് ചോദിച്ചു. ആരുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്? ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഈശോയുടെ മണവാട്ടിയാണ്. ഞാൻ ബ്രദറിന് ഞാൻ ഈശോയുടെ മണവാട്ടിയാണ്. ബ്രദർ ചിച്ചാന്റെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ സഭയില് മാതാവിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. മാതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഞാൻ ചിന്തിച്ചു, ഞാൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? മാതാവിന്റെ എളിമയും മാതാവിന്റെ നിഷ്കളങ്കതയും വിശുദ്ധിയൊക്കെ എനിക്ക് വേണ്ടത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ പെട്ടെന്ന് ചാടിക്കയറും. അതുപോലെ എന്റെ സ്ഥലമൊന്നും ഇങ്ങനെയല്ലായിരുന്നു, ഭയങ്കര കട്ടിയുള്ള സ്ഥലമായിരുന്നു. ചിലർക്ക് കോൺവെന്റിലൊക്കെ എന്നോട് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എന്നോട് സംസാരിച്ചാൽ ഞാൻ പെട്ടെന്ന് ചെറുതെടുത്ത് സംസാരിക്കും.
ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ സന്തോഷത്തോട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ ഫോണിൽ വിളിക്കുകയോ അവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരെ എന്നെ ചോദിക്കും ഉറക്കെ പറ അവിടെ എനിക്ക് ഇത്രയും സൗണ്ടേ ഉള്ളൂ ഇങ്ങനെയല്ല നിന്റെ സൗണ്ട് ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ അവർ പറയുന്നുണ്ട് ഇപ്പം സ്വരമൊക്കെ വളരെ ശാന്തമായി അപ്പം എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു ചില സമയത്ത് സ്വാഭാവികമായിട്ടും ദൈവത്തെ കുറിച്ച് ആരെങ്കിലും തെറ്റായി സംസാരിക്കുകയോ പരീക്ഷ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അല്ലാതെ ഞാൻ അങ്ങനെ സാധാരണ ദേഷ്യപ്പെടാറില്ല ഒത്തിരി എനിക്ക് മാറ്റങ്ങളുണ്ടായി ഇപ്പം ആത്മീയമായിട്ടാണ് കൂടുതൽ എനിക്ക് മാറ്റങ്ങൾ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കി അതുപോലെ തന്നെ എന്റെ ശാരീരികമായിട്ട് എനിക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മാറിയിട്ടുണ്ട് എനിക്ക് അലർജി രോഗമുണ്ടായിരുന്നു എന്റെ ശരീരത്തിലേക്കും ചുവന്ന് തരച്ചൊക്കെ വരും അപ്പം ഞാൻ പോലും അറിയാതായിരുന്നു എനിക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു എന്റെ തലവേദനയുടെ കാരണം എന്തായിരുന്നു യഥാർത്ഥത്തിൽ എനിക്ക് തലവേദന വരുന്ന എന്റെ ദേഷ്യവും അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഭയങ്കര പേടി ആരുടെയും മുമ്പിൽ നിൽക്കുന്നു ഒരാളുടെ മുമ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നു പക്ഷെ ഞാൻ ഒരാളുടെ മുമ്പിൽ പോലും നിൽക്കാൻ എനിക്ക് പേടിയാണ് അപ്പൊ എന്റെ ആ പേടിയും ദേഷ്യവും ഒക്കെയായിരുന്നു എന്റെ തലവേദനയ്ക്ക് കാരണം എന്നിൽ നിന്ന് അത് വിട്ടുമാറാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോ തലവേദന വരാറില്ല അതുപോലെ തന്നെ പലർക്കും അറിയാം എനിക്ക് ഞാൻ എനിക്ക് 4 വയസ്സുള്ളപ്പോ അങ്ങനെ ഇവിടെ വന്ന് എന്റെ പപ്പ ഇവിടെ വന്നതിന് ശേഷം മദ്യപാനമൊക്കെ മാറി ഈ മരിച്ചതൊക്കെ ഭീമമായി തീർന്ന സമയത്താണ് എന്റെ കാലം സുഖമായി ഒരു ഡോക്ടർമാർക്ക് പോലും മാറ്റാൻ പറ്റാത്ത രോഗം ചിലപ്പോൾ ക്യാൻസറിന് എയ്ഡ്സിന്റെ രോഗങ്ങൾ ചിലപ്പോൾ മരുന്നുകൾ ചിലപ്പോൾ കണ്ടുപിടിക്കാം പക്ഷെ ഒരാളുടെ കാലിന്റെ 3 കിലോയുടെ മുമ്പിൽ ചെല്ലാൻ ഒരു ഡോക്ടർമാർക്കും പറ്റത്തില്ല അത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെ വലിയൊരു കൃപയാണ് ചെറുതിലൂടെ കാണിച്ച ആ കൃപയിലൂടെ ഒത്തിരി പേർക്ക് പക്ഷേ എന്റെ കോൺവെന്റിൽ തന്നെ പല സിസ്റ്റേഴ്സും വിശ്വാസത്തിലൂടെ വരാനും ധ്യാനങ്ങളിലൊക്കെ പോകാനൊക്കെ ഒരു കാരണമായി അവർക്ക് മനസ്സിലായത് ഇത് വേറെ ആർക്കും പറ്റാത്തതാണ് അതുപോലെ തന്നെ സൈനികരുടെ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പല വ്യക്തികൾക്കും വേണ്ടി മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അവരിൽ ഞാൻ ഒത്തിരി വ്യത്യാസങ്ങൾ കണ്ട് അപ്പം ആ പ്രാർത്ഥന എത്രമാത്രം ശക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി അതുപോലെ ഇപ്പോഴും നന്നായിട്ട് മനസ്സിലാവുന്നത് ഈശോയെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തെ കൂടാതെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും നാളും എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഞാൻ എന്റെ ദൈവത്തെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാവുന്നു അതുപോലെ വെച്ചാൽ ബ്രദറാണ് എനിക്ക് പറഞ്ഞിരുന്നത് നമ്മള് ജീവിക്കുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്രയും നാളും ജീവിക്കുന്നത് എവിടെയായിരുന്നു ഇപ്പൊ ഞാൻ മനസ്സിലാവും ജീവിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാക്കളുടെ ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് അപ്പൊ ഒരു സിസ്റ്ററിനും അച്ഛനും മാത്രമല്ലാതെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞിട്ടുള്ളതാണ് സന്യാസി ജീവിതം ഞാൻ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ കുടുംബത്തിനും ഞങ്ങളുടെ പ്രദേശത്തിന് നല്ല അനുഭവമുണ്ടായി അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലെ ദൈവങ്ങളുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അതായത് ചെയ്യുന്ന ഫ്രണ്ടിലൊക്കെ ഇരുന്നാണ് അത് ദൈവം ആരാണെന്നോ ദൈവത്തെ കുറിച്ച് ദൈവം എന്നെ കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് അറിയില്ല ഇതിനെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് അതിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി അപ്പം ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കിയ തിരിച്ചറിയണമെങ്കിൽ ഞാൻ ദൈവത്തെ അതിനുള്ള സാഹചര്യം